നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മദ്യവിൽപ്പന പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. പുല്ലൂറ്റ് നാരായണമംഗലം പാറയ്ക്കൽ വീട്ടിൽ നിധിനാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും വീണ യുവാവ് മരിച്ചു. ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പുതിയ കെട്ടിടത്തിൽ നിന്നും വീണ് ചാലക്കുടി സ്വദേശി സതീഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. അന്നമനട മുരളീധരമാരാരുടെ കീഴിൽ പഞ്ചവാദ്യത്തിൽ പരിശീലനം പൂർത്തീകരിച്ച അന്നമനട സർക്കാർ UP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. വാർത്തകൾ വിശദമായി. നാരായണമംഗലത്ത് മദ്യവിൽപ്പന പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. പുല്ലൂറ്റ് നാരായണമംഗലം പാറയ്ക്കൽ വീട്ടിൽ നിധിനാണ് രക്ഷപ്പെട്ടത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 52 കുപ്പി മദ്യവും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും പിടികൂടി. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. ഷാനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത്. 1-ാം തീയതിയിലും മറ്റ് ഡ്രൈഡേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചു വെച്ച് അമിത വിലയ്ക്ക് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധനയ്ക്കെത്തിയത്. ഇയാളെ മുൻപ് അമിതമായി മദ്യം സൂക്ഷിച്ചതിന് പിടികൂടിയിട്ടുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോയിഷ് AV, ബെന്നി PV, സുനിൽകുമാർ PR, പ്രിവന്റീവ് ഓഫീസർമാരായ മന്മഥൻ KS, അനീഷ് ഇപ്പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് T. ഹരിദാസ്, AS സിജാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുമി EG എന്നിവരും ഉണ്ടായിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും വീണ് യുവാവ് മരിച്ചു. ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പുതിയ കെട്ടിടത്തിൽ നിന്നും വീണ് ചാലക്കുടി സ്വദേശി സതീഷാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. കോളേജിലെ പോളിഷിംഗ് പണികൾക്കായി വന്നതായിരുന്നു സതീഷ്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കോളേജ് കെട്ടിടത്തിന്റെ 4-ാം നിലയിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. സതീഷ് ഉൾപ്പെടെയുള്ള 5-അംഗ സംഘം പുതിയ കോളേജ് കെട്ടിടത്തിലെ പെയിന്റിംഗ് പോളിഷിംഗ് ജോലികൾക്കായി ഒരാഴ്ചയോളമായി താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നുവെന്ന് പറയുന്നു. കെട്ടിടത്തിലെ വീതിയുള്ള പാരപ്പറ്റിൽ ഫോൺ ചെയ്ത് കിടക്കുകയായിരുന്ന സതീഷ് പെട്ടെന്ന് താഴേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അന്നമനട മുരളീധരമാരാരുടെ കീഴിൽ പഞ്ചവാദ്യത്തിൽ പരിശീലനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. അന്നമനട സർക്കാർ UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന സമഗ്രമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കുട്ടികളിലെ കലാപരിശീലിപ്പിക്കുന്നതിന് വേണ്ടി 2000-ൽ ആരംഭിച്ച അച്യുതമാരാർ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് അച്യുതമാർ വാദ്യകലാകേന്ദ്രം 2000-ൽ ആരംഭിച്ച് വാദ്യകലാകേന്ദ്രത്തിൽ നിരവധിയായ കുട്ടികൾ 12ഓളം വരുന്ന ബാച്ചിലെ കുട്ടികൾ നമുക്ക് പുറത്തിറക്കാൻ കഴിയും. പക്ഷേ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു സ്കൂൾ ടീമുകൾ ഉണ്ടാക്കി ആ സ്കൂൾ ടീമുകളിലൂടെ അത് സംസ്ഥാന ലെവലിലടക്കം മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു ടീമിനെ ഉണ്ടാക്കി അന്നമനടയുടെ വാദ്യ കലാ പാരമ്പര്യം നിലനിർത്തി പോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ വിദ്യാലയങ്ങളായ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ KI ഇക്ബാൽ, മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ KA ബൈജു, മുരളീധരമാരാർ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് വ്യാഴാഴ്ച ചാലക്കുടിയിലും പരിസരത്തും ജനങ്ങളെ കാണാനിറങ്ങി. പരിയാരം പഞ്ചായത്തിൽ പരിയാരം ജംഗ്ഷനിലും ഏറെ നേരം സ്ഥാപനങ്ങളിലും വ്യക്തികളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. കോടശ്ശേരി പഞ്ചായത്തിൽ ചൗക്ക ജംഗ്ഷനിലും കാടുകുറ്റി പഞ്ചായത്തിലും കൊരട്ടി പഞ്ചായത്തിൽ കൊരട്ടി സെന്ററിലും
മേലൂർ പഞ്ചായത്തിലെ മുരിങ്ങൂർ മുതൽ മേലൂർ ജംഗ്ഷൻ വരെയും വോട്ട് അഭ്യർത്ഥിച്ചു. ഓരോ സ്ഥലങ്ങളിലും ആളുകൾ തടിച്ചുകൂടി. ചാലക്കുടിയിലെത്തിയ സ്ഥാനാർത്ഥിയെ ട്രക്ക് റോഡ് ജംഗ്ഷനിൽ വെച്ച് മുന്നണി നേതാക്കൾ സ്വീകരിച്ചു. തുടർന്ന് തുറന്ന വാഹനത്തിൽ നഗരം ചുറ്റി. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗം BD ദേവസി, ഏരിയ സെക്രട്ടറി KS അശോകൻ, മുൻ MLA AK ചന്ദ്രൻ, MV ഗംഗാധരൻ, സിഫി ജോഫി, P വിവേക്, CS സുരേഷ്, KR സുരേഷ്, ഡെന്നിസ് K ആന്റണി, പോൾ ഡേവിസ്, അഡ്വക്കേറ്റ് PI മാത്യു, AL കൊച്ചപ്പൻ, ജോർജ് B ഐനിക്കൽ, പോൾ പുല്ലൻ, ജെനീഷ് P ജോസ്, അനിൽ കാതലിക്കാടൻ, പ്രിൻസി ഫ്രാൻസിസ്, TR ബാബു, CK ശശി, EA ജയതിലകൻ, PV ഷാജൻ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകി. തിരുമുക്കുളം ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ശ്രീമദ് മഹാശിവപുരാണ ഏകാദശാഹ യജ്ഞം തുടരുകയാണ്. 4-ാം ദിവസം പാർവതി സ്വയംവരമായിരുന്നു പാരായണ ഭാഗം. തുടർന്ന് ദീപാരാധന, ഭജന എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. യജ്ഞം മാർച്ച് 7-ന് സമാപിക്കും. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ തൃശൂർ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം ചാലക്കുടിയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ഗിരീഷ് കീർത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് OS റഷീദ് അധ്യക്ഷനായി. TA മണികണ്ഠൻ, PD ജെറി, K ബാലചന്ദ്രൻ, PS സുദീപ്, രഘുകുമാർ മധുരക്കാരൻ, MK ടൈറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മദ്യവിൽപ്പന പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. പുല്ലൂറ്റ് നാരായണമംഗലം പാറയ്ക്കൽ വീട്ടിൽ നിധിനാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും വീണ യുവാവ് മരിച്ചു. ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പുതിയ കെട്ടിടത്തിൽ നിന്നും വീണ് ചാലക്കുടി സ്വദേശി സതീഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. അന്നമനട മുരളീധര മാരാരുടെ കീഴിൽ പഞ്ചവാദ്യത്തിൽ പരിശീലനം പൂർത്തീകരിച്ച അന്നമനട സർക്കാർ UP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.